വന്യജീവി ഭീതി ഒഴിയാതെ ഇടുക്കി. 5 കാട്ടാനിറങ്ങി. പടയപ്പയും ചക്കക്കൊമ്പനും വീണ്ടും ജനവാസ മേഖലയിലെത്തി. കുണ്ടള ഡാമിന് സമീപം ഇപ്പോഴും ആനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇടമലക്കുടിയിലും ദേവികുളത്തും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമീപത്തും കാട്ടാനകളെത്തി. മൂന്നാർ തലയാറിൽ ഇറങ്ങിയ കടുവ തോട്ടം തൊഴിലാളിയുടെ പശുവിനെ കൊന്നു തിന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, എന്താണ് നിലവിലെ സാഹചര്യം? വേണു, ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് ഇടുക്കിയിലെ വന്യജീവി ആക്രമണം മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ന് 6 കാട്ടാന ഇറങ്ങുകയും 2 കാട്ടാന ആക്രമണം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ചിന്നക്കനാൽ സിങ്ക് കണ്ടത്ത് ചക്കക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന ഇറങ്ങിയത്. മനോജ് എന്ന് പറയുന്ന ആളുടെ വീടിന് നേരെ കാട്ടാന ആക്രമണം നടത്തുകയും ചെയ്തു. വീടിന് സാരമായ കേടുപാടുണ്ട്. വീടിനകത്തെ സീലിംഗ് ഉൾപ്പെടെ നശിച്ചു എന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വരികയും ചെയ്തതാണ്. എന്തായാലും ആന ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിലുണ്ട് എന്നുള്ള നാട്ടുകാർ പറയുന്നു. വനംവകുപ്പിന്റെ നിരീക്ഷണം അത്ര ശക്തമല്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഇലക്ഷൻ സമയത്ത് യാതൊരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകരുത് എന്നുള്ളത് സർക്കാർ കൃത്യമായ നിർദ്ദേശം വനംവകുപ്പിന് നൽകിയിട്ടുള്ളതാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് വാച്ചർമാരൊക്കെ കാര്യക്ഷമമായി തന്നെ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത കൂടിയാണ്. പക്ഷേ അതിനിടയിലും ആനകൾ ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് വാച്ചർമാരുടെയൊക്കെ കണ്ണുവെട്ടിച്ചിറങ്ങുന്നു എന്നുള്ളതൊരു സത്യം കൂടിയാണ്. എന്തായാലും ഈ സിങ്ക് കണ്ടത്ത് വലിയ പ്രതിഷേധം ഈ കാട്ടാനാക്രമണം ഉണ്ടായതിന് പിന്നാലെ ഉണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഇന്ന് പുലർച്ചയോടുകൂടി ദേവികുളം മിഡിൽ ഡിവിഷനിലാണ് പടയപ്പ ഇറങ്ങിയത്. ലയങ്ങളോട് ചേർന്നെത്തിയ പടയപ്പ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് RRT സംഘം എത്തി ആനയെ തുരത്തുകയും ചെയ്തു. മാത്രമല്ല, ദേവികുളത്ത് 6 ആനകളുടെ ഒരു കൂട്ടവും ഇറങ്ങിയിരുന്നു. മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഈ ആനക്കൂട്ടം ഉണ്ടാക്കിയില്ല. വനംവകുപ്പ് വാച്ചർമാർ തന്നെ ഈ ആനയെ കാട്ടിലേക്ക് തുരത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ ഈ കുണ്ടള ഡാമിനോട് ചേർന്ന് 3 ആനകൾ നിൽപ്പുണ്ട്, നിലയുറപ്പിച്ചിട്ടുണ്ട്. ആനയെ തൊട്ടടുത്ത വനമേഖലയുണ്ട്, ചെറിയ ചോല വനമുണ്ട്. ആ സ്ഥലത്തേക്ക് തുരത്താൻ വേണ്ടിയുള്ള ശ്രമം എന്തായാലും ഊർജിതമായിട്ട് RRT സംഘം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇടമലക്കുടിയിലാണ്. ഇടമലക്കുടിയിൽ കഴിഞ്ഞ ദിവസമാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. അവിടെ ആ കാട്ടാനാക്രമണം ഉണ്ടായാൽ ഒരു ദിവസത്തിന് ശേഷമായിരിക്കും പുറത്തേക്ക് ആ വാർത്തകളൊക്കെ എത്തുക. കഴിഞ്ഞ ദിവസമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ സൊസൈറ്റിക്കുടിയിലെ കട തകർക്കുകയും അതിനകത്തെ ധാന്യങ്ങളും പച്ചക്കറികളും ഒക്കെ ഈ ആനയെടുത്ത് ഭക്ഷിക്കുകയും ചെയ്തത്. 2 ആഴ്ച മുമ്പും സമാനമായ സ്ഥിതിവിശേഷം അവിടെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലാണ്. കാഞ്ഞിരവേലിയിലേക്ക് പോകുന്ന ആ വഴിയാണ്. ഇതിനോട് ചേർന്നാണ് ഇന്നലെ രാത്രിയിൽ ആ കാട്ടാനക്കൂട്ടം റോഡിൽ നിലയുറപ്പിച്ചത്. ഒരല്പനേരം ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു. പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നും ആളുകൾക്ക് ഉണ്ടാക്കാതെ ആന പിന്നീട് ഈ വനമേഖലയിലേക്ക് തന്നെ കയറി പോവുകയും ചെയ്തു എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കടുവയുടെ ആക്രമണമാണ്. മൂന്നാർ തലയാറിലാണ് കടുവ പശുവിനെ ആക്രമിച്ചു കൊന്നത്. തോട്ടം തൊഴിലാളിയായിട്ടുള്ള മുനിയാണ്ടിയുടെ പശുവിനെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. കടുകുമുടി ഡിവിഷനിൽ മേയാൻ വിട്ട പശുവിനെ ഇന്നലെ വൈകിട്ടോടുകൂടി കടുവ പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്, തോട്ടം തൊഴിലാളികൾ പറയുന്നത്. കടുവയെ കണ്ടതായും തൊഴിലാളികൾ പറയുന്നുണ്ട്. ഈ പശു ചത്ത, അതായത് പശുവിൻ്റെ കഴുത്തിലാണ് കടിച്ചു കൊന്നിരിക്കുന്നത്. അതിൻ്റെ ആ രീതി നോക്കുമ്പോൾ അത് കടുവ തന്നെ ആകാനുള്ള സാധ്യതയാണ് എന്ന് വനംവകുപ്പും ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഈ തലയാർ എസ്റ്റേറ്റിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ 5 പശുക്കളെ കടുവ ആക്രമിച്ചു കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഈ ചത്ത പശുക്കൾക്കൊന്നും ഇതുവരെ അതിൻ്റെ ഉടമകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു പരാതി കൂടി ഉയരുന്നുണ്ട്. എന്തായാലും അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് ഇടുക്കിയിലെ വന്യജീവി ആക്രമണം പോകുന്നു. ചൂട് കൂടുകയാണ്. സ്വാഭാവികമായിട്ടും ആനകളൊക്കെ തീറ്റയും വെള്ളവും ഒക്കെ തേടി ജനവാസ മേഖലയിലേക്ക് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. വനംവകുപ്പാണ് ഇതിൽ കാര്യക്ഷമമായ ഇടപെടൽ നടത്തേണ്ടത്, ഒരു പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടത്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശമുണ്ട്. ഇലക്ഷനാണ്, യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാക്കരുത്, ഉണ്ടാവാൻ പാടില്ല. രാഹുൽ വിജയൻ തുടരുക. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് MP ടെലിഫോൺ ലൈനിലുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. ഡീൻ, ഇടുക്കിയിൽ കാട്ടാനക്കൂട്ടം അതുപോലെ തന്നെ തലയാർ എസ്റ്റേറ്റിൽ കടുവയിറങ്ങി പശുവിനെ കൊല്ലുന്നു. പക്ഷെ കാര്യക്ഷമമായി വനം വകുപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പൊതുവിൽ പറയുകയും ചെയ്യുന്നു. എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം? സർക്കാരിന്റെ കാര്യക്ഷമത വെറും വാക്കുകളിൽ മാത്രമാണ് എന്നുള്ളത് അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളാണ് ഇവിടെ പാലിക്കപ്പെടാതെ പോകുന്നത്. ജനങ്ങളാകെ അരക്ഷിതാവസ്ഥയിലാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു വിധത്തിലുമുള്ള ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഓരോ ആളുകൾ മരിച്ചു വീഴുമ്പോഴാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത് ജീവിക്കുന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. ഞാൻ 3 ദിവസം നിരാഹാരം നടത്തിയ ഒരാളാണ്, ജനപ്രതിനിധി എന്നുള്ളതിൽ. അപ്പൊ ആ നിരാഹാര സമരത്തെ അപഹസിച്ച് ആക്ഷേപിച്ച് ഇല്ലാത്ത പ്രചരണങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പല CPM നേതാക്കന്മാരും രംഗപ്രവേശം ചെയ്യുന്നത് ഞാൻ കാണുകയുണ്ടായി. അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്ത് തരത്തിലുള്ള സെക്യൂരിറ്റിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇവർ നൽകിയിട്ടുള്ളത്? ഇവിടെ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ലീസ്റ്റ് ബോധേഡാണ്. ഒരു പൈസയുടെ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇവർ ഏർപ്പെടുത്തിയിട്ടില്ല.
ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ പോലും പലപ്പോഴും പറയുന്നത് ഗവൺമെന്റ് യാതൊരു തരത്തിലുമുള്ള നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരുടെ വക്താവാകുകയല്ല. പക്ഷെ അവർ ചെയ്യുന്ന എന്താ പറയുക നിസ്സംഗതയോട് കൂടിയിട്ടുള്ള സമീപനമാണ് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ളത്. ആ നിസ്സംഗത അവർ വച്ചു പുലർത്താൻ കാരണം ഗവൺമെന്റിന്റെ നയമില്ലായ്മയാണ്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വേണ്ടത്ര പണം ചെലവഴിക്കാതെ, വേണ്ടത്ര ഇടപെടൽ നടത്താതെ, പോളിസി നടപ്പിലാക്കാതെ പോകുന്ന ഇപ്പൊ മറ്റു സംസ്ഥാനങ്ങളെ പോലും മാതൃകയാക്കാവുന്ന എത്രയോ കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇതൊന്നും ഇവർ ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ പേരിൽ വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് കടന്നു വരുന്നു, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരുന്നു, മനുഷ്യജീവനുകൾക്ക് ഭീഷണി നടത്തുന്നു, വളർത്തുമൃഗങ്ങളെ പിടിച്ചു തിന്നുന്നു. ഇതൊരു തുടർക്കഥയായി പോവുകയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനപ്പുറത്ത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്ത് കാര്യം യുക്തിപൂർവ്വം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു പൊതുതെരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ ഇവർ പ്രതികൂട്ടിലാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡീനെ, മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഒക്കെ മുൻകൈയിൽ യോഗമൊക്കെ ചേർന്നതായിരുന്നില്ലേ? എത്ര യോഗം ചേർന്നു? യോഗത്തിൽ പറയുന്ന ഏതെങ്കിലും കാര്യത്തോട് നീതി പുലർത്താൻ ഈ സർക്കാരിനായിട്ടുണ്ടോ? ഇപ്പൊ മൂന്നാറിൽ 6 മാസം മുമ്പ് ഒരു RRT നിയോഗിക്കുമെന്ന് പറഞ്ഞ് പോയതല്ലാതെ ഇതുവരെയും അതിന്റെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ പറയപ്പെടുന്ന മേഖലകൾ വളരെ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ ആ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഇവർ ഉറപ്പുവരുത്തിയിട്ടുള്ളത്? അതോടൊപ്പം തന്നെ ഈ പടയപ്പ എന്ന് പറയുന്ന ചക്കക്കൊമ്പൻ എന്നൊക്കെ പറയുന്ന ആനകൾ ഇത്രയും പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് ഏറ്റവും വിനാശം സൃഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആനകളെ ഇവർ സംരക്ഷിച്ചിരുന്നു. ഇവർ കേരള ഗവൺമെന്റിന്റെ ബ്രാൻഡ് അംബാസഡർമാരായിട്ടല്ലേ ഈ ആനകൾ അവിടെ വിളിച്ച് നടക്കുന്നത്. എന്നിട്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ഒരു ലെവലേശം ഒരു നടപടി സ്വീകരിക്കാൻ, ഈ കൂട്ടത്തോടെ ഇറങ്ങി വരുന്ന കാട്ടാനകളെ ആ കാട്ടിലേക്ക് തുരത്തി ഓടിക്കാൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് പിടിച്ചു മാറ്റാൻ ഈ കഴിഞ്ഞ 1.5 മാസക്കാലമായി ഈ വിവാദം കത്തി നിൽക്കുമ്പോഴും ഒരു തീരുമാനമെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞ മന്ത്രി റോഷി അഗസ്റ്റിന്റെ മീറ്റിംഗിലെ തീരുമാനമാണ് കാട്ടാനകളെ കൂട്ടത്തോടെ ആ കാട്ടിലേക്ക് തുരത്തി ഓടിക്കും. എവിടെ തുരത്തി ഓടിച്ചു? ആര് ചെയ്തു? അങ്ങനെയാണെങ്കിൽ ഈ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നോ? അപ്പൊ ഈ പറയപ്പെടുന്ന തീരുമാനങ്ങളൊന്നും നടപ്പിലാകാതെ പോകുമ്പോഴുള്ള ആ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് പറയുമ്പോൾ അതിനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് തുടർച്ചയായി വിമർശിച്ചുകൊണ്ട് മാത്രം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ഡീൻ, ഈ മണിയാശാൻ അടക്കമുള്ളവരുടെ നാവ് ഡീനെതിരെയൊക്കെ ഉപയോഗിക്കാൻ ധാരാളം സമയമുണ്ടല്ലോ. ഈ പറയുന്ന വനം വകുപ്പിന്റെ അനാസ്ഥ അല്ലെങ്കിൽ സർക്കാരിന്റെ അനാസ്ഥ, ജനങ്ങൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ട്, ഇതൊന്നും മണിയാശാൻ അടക്കമുള്ളവർക്ക് വിഷയമല്ലേ? അല്ല, ജനങ്ങളെ വഞ്ചിച്ചതിന്റെ പേരിൽ ഉള്ള കുറ്റബോധം കൊണ്ടാണ് അവർ എന്നെ വിമർശിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് അവർക്കെതിരെ അവർ ചെയ്ത തെറ്റുകൾ ജനങ്ങളോട് പറയുന്നു എന്നുള്ളതാണ്. ഞാൻ 3 ദിവസം നിരാഹാരം കിടന്നാൽ അവർക്ക് പ്രശ്നമാണ്. ഞാൻ ഈ വിഷയത്തിൽ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയാൽ അവർക്ക് പ്രശ്നമാണ്. പട്ടയ പ്രശ്നം ഗവൺമെന്റ് വീഴ്ച വരുത്തുമ്പോൾ അതിനെ വിമർശിച്ചാൽ കുഴപ്പമാണ്. വന്യമൃഗങ്ങളെ തുറന്നു വിടുന്ന തരത്തിൽ ബഫർ സോണുകൾ നാട് മുഴുവൻ ഉണ്ടാക്കുമ്പോൾ അതിനെ വിമർശിച്ചാൽ കുഴപ്പമാണ്. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുന്നതിന്റെ പേരിലാണല്ലോ അദ്ദേഹം എന്നെ ആ വിധത്തിൽ അപഹസിക്കുന്നത്. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഈ കടുത്ത ചൂടാണ്, ചൂട് കൂടുമെന്നുള്ള പ്രവചനങ്ങളും വരികയാണ്. ഈ ഒരു പ്രത്യേക സാഹചര്യം രാഷ്ട്രീയത്തിന് അതീതമായി കാണേണ്ടതല്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ, എനിക്ക് ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഒരു പോളിസി നടപ്പിലാക്ക്, ഒരു പദ്ധതി നടപ്പിലാക്ക്. ഏതെങ്കിലും ഒരു വിജയിപ്പിച്ച ഒരു പദ്ധതിയുടെ പേര് പറയാൻ പറ്റുമോ? ഇവരാകെ 45 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മേനി പറഞ്ഞ് നടക്കുന്നതല്ലാതെ വന്യജീവികളെ പ്രതിരോധിക്കാൻ എന്ത് പോളിസിയാണ് 8 വർഷക്കാലത്തെ പിണറായി വിജയൻ ഗവൺമെന്റ് ഈ നാട്ടിൽ ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ പറയുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ മാങ്കുളത്ത് പോലും ക്രാഷ് കാർഡ് ഫെൻസിംഗ് ഏർപ്പെടുത്തി. അവിടെ കാട്ടാന ശല്യം ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഇടപെടൽ നടത്തി. അങ്ങനെ ഒരു മാതൃക ഇവർക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇവർ പണമില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, എല്ലാവരും സഹിച്ചോളണം, വന്യമൃഗങ്ങൾ കൊന്നു തിന്നുമ്പോൾ ഓടി മാറിക്കോണം എന്ന് പറയുന്ന ഗവൺമെന്റ് അല്ലേ? അപ്പം ഈ ഗവൺമെന്റിന്റെ നയമില്ലായ്മയും ഈ ഗവൺമെന്റിന്റെ എന്താ പറയുക നിരുത്തരവാദപരമായ സമീപനമാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് അവർ മറുപടി പറയട്ടെ. ഇതൊരു വലിയ പ്രചാരണായുധവും കൂടെ ആവുകയല്ലേ ഡീൻ? പ്രചരണായുധം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനഹിത പരിശോധനയാണ്. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയാനുള്ള അവസരമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാനുള്ള അവസരമാണ്. ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ പറയും. ശരി ഡീൻ, ശരി. ഇപ്പോൾ വനമന്ത്രി AK ശശീന്ദ്രനും പ്രതികരിക്കാൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ AK ശശീന്ദ്രൻ, ഇടുക്കിയിൽ ജനങ്ങൾ ഭീതിയിലാണ്. അവിടെ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നു, കടുവയിറങ്ങി പശുവിനെ കൊന്നു തിന്നുന്നു, അതുപോലെ തന്നെ ചക്കക്കൊമ്പൻ, പടയപ്പ, ഇതെല്ലാം വരുന്നു, ആക്രമിക്കുന്നു. എന്താണ് അടിയന്തരമായി ചെയ്യാൻ കഴിയുക സർക്കാരിന്? ഇപ്പോഴവിടെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും വാച്ചർമാരും വലിയ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനം നടത്തുന്നത്. പക്ഷെ അത് പോരാന്നാണ് തോന്നുന്നത്. ആ സാഹചര്യത്തിൽ PCCF-നോട് ആ 2 സ്ഥലത്തെയും പരിശോധിച്ച് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ച്
ജനങ്ങളെ ഭീതി അകറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി. ഇത്തരം ശ്രീ എ കെ ശശീന്ദ്രൻ ഇത്തരം നടപടികൾ ഇപ്പോൾ പറയുന്നു, പക്ഷെ ഇതൊക്കെ എപ്പോഴാണ് ഫലപ്രാപ്തിയിലാവുക? അതായത് നമ്മുടെ കൈവശമുള്ള എല്ലായിടത്തും പ്രയോഗിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ ഫോഴ്സിനെ അവിടെ കൊടുക്കുക എന്നുള്ളതാണ് പരിഹാര മാർഗം. കൂടുതൽ ഫോഴ്സിനെ നിയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സുരക്ഷാ വലയം ഒരുക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. മിനിസ്റ്റർ, ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് സംസാരിക്കായിരുന്നു അവിടുത്തെ സാഹചര്യം പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ നേരത്തെ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അവിടെ യോഗം ചേരുകയും ചില വാഗ്ദാനങ്ങളൊക്കെ ഇതുപോലെ തന്നെ പറയുകയും ചെയ്തു. പക്ഷേ ഫലത്തിൽ അതൊന്നും ഉണ്ടായി കണ്ടില്ല എന്ന് മിനിസ്റ്റർ, ശ്രീ എ കെ ശശീന്ദ്രൻ്റെ ടെലിഫോൺ ലൈൻ കട്ടായി പോയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും വാച്ചർമാരും എല്ലാം കാര്യക്ഷമമായി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ പുതിയ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാൻ PCCFന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് വനമന്ത്രി ഇപ്പോൾ 24-നോട് പ്രതികരിച്ചിരിക്കുന്നത്. രാഹുൽ വിജയൻ തുടരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ ഈ റോഷി അഗസ്റ്റിനൊക്കെ ഇടപെട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു, അതൊന്നും നടപ്പായില്ല എന്നല്ലേ മനസ്സിലാകേണ്ടത്? അതുകൊണ്ട് മന്ത്രിയുടെ പുതിയ വാഗ്ദാനത്തിനും എന്തെങ്കിലും വിലയുണ്ടോ? വന്യജീവി ശല്യം തടയാൻ വേണ്ടിയുള്ള കാര്യക്ഷമമായ ഇടപെടൽ, ഫെൻസിങ്, അതുപോലെ തന്നെ കിടങ്ങ് ഉൾപ്പെടെ കിടങ്ങ് ഉൾപ്പെടെ കുഴിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഈ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായതാണ്. പക്ഷേ അതൊക്കെ കാലതാമസം ഉണ്ടാകും, ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ അത് നടപ്പാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അത് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുകയും ചെയ്യുന്നു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ പടയപ്പ എന്ന് പറയുന്ന ആനയ്ക്ക് പ്രത്യേകമായിട്ടുള്ളൊരു നിരീക്ഷണം, പ്രത്യേക സംഘത്തെ നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ സംഘം നിരീക്ഷിക്കാനുള്ളപ്പോഴും ഈ ആന പല സ്ഥലത്തേക്ക് നീങ്ങി പോകുന്നു. ജനവാസ മേഖലയിലൂടെയാണ് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഈ പടയപ്പ സഞ്ചരിക്കുന്നത്. അതിനെ ഈ ആക്രമണം ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ട്. ആ ആക്രമണ സംഭവങ്ങൾ ഒഴിവാക്കാനെങ്കിലും വനം വകുപ്പ് കൃത്യമായി ഇടപെടൽ നടത്തണമെന്നുള്ളതാണ് ആവശ്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേക സംഘത്തെ നിയോഗിച്ചു, അവർ ആനയ്ക്ക് പിന്നാലെയുണ്ട്. പക്ഷേ ഇത് ആനയാണ് എന്നുള്ള കാര്യം നമുക്കും അറിയാം, അവർക്കും അറിയാം. ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നതിനൊരു പരിധി ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ അപ്പോഴും ഇതിനൊരു ദീർഘകാല അടിസ്ഥാനത്തിൽ ആനയെ ഇങ്ങോട്ടേക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളൊരു ചിന്ത വനം വകുപ്പിന് പോയിട്ടില്ല. ഉൾവനത്തിലേക്ക് തുരത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ മൂന്നാർ മേഖലയിൽ ഉൾവനമില്ല എന്നുള്ളതാണ് വനം വകുപ്പിന്റെ മറുപടി. മറിച്ച് ഇതിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അത്തരം ഒരു സാഹചര്യം നിലവിലില്ല എന്നും പറയുന്നു. മറിച്ച് ഏകെയുള്ളൊരു പോംവഴി എന്ന് പറയുന്നത് ഈ ആനയെ മാങ്കുളം വനമേഖലയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അത് എത്ര നാളുകൊണ്ട് സാധിക്കും എന്നുള്ള കാര്യത്തിലും വനം വകുപ്പിന് കൃത്യമായ മറുപടിയില്ല. അതെന്തായാലും അടിയന്തരമായി ചെയ്യുകയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പടയപ്പ ഉൾപ്പെടെയുള്ള ഈ ആനകൾ ഈ ജനവാസ മേഖലയിലേക്ക്, ഇന്നിപ്പോൾ ഈ വ്യാപകമായിട്ട് കൃഷി നശിപ്പിച്ചു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാഹനങ്ങൾക്ക് നേരെ പടയപ്പ ആക്രമണം നടത്തിയിരുന്നു, അതൊക്കെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഈ ചിന്നക്കനാലിലേക്ക് വരികയാണെങ്കിൽ ഈ ചക്കക്കൊമ്പൻ്റെ കാര്യം ഇതാദ്യമല്ല. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 2 വീട്, അതുപോലെ തന്നെ ഒരു റേഷൻ കട, ഇന്നിപ്പോൾ വീണ്ടും ഒരു വീടിന് നേരെ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ ഉണ്ടായിട്ടും വനം വകുപ്പ് ചക്കക്കൊമ്പൻ്റെ കാര്യത്തിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. അങ്ങനെ കൃത്യമായ നിരീക്ഷണം നടത്തിയിരുന്നെങ്കിൽ ഈ രാത്രിയിൽ ഇങ്ങനെ, അതും നമ്മൾ CCTV ദൃശ്യങ്ങളിൽ കൃത്യമാണ്, സിംഗുകണ്ടം എന്ന് പറയുന്നത് ജനവാസ മേഖലയാണ്. വനംവകുപ്പ് ഏത് രീതിയിൽ അതിനെ വനമാക്കാൻ ശ്രമിച്ചാലും അത് സാധിക്കില്ല. അവിടെയുള്ള ആളുകൾ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നതാണ്. പ്രധാനപ്പെട്ട വഴിയിലൂടെ ആന നടന്നു വരുന്നു. അതിനുശേഷം അവിടെയുള്ളൊരു ചായക്കടയോട് ചേർന്ന് വീടിന് നേരെയാണ് ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീകുമാർ, ഈ ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ വലിയ ദുരിതങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അവിടെ? തീർച്ചയായിട്ടും ഒരാഴ്ചയായിട്ട് സന്ധ്യ ആകുമ്പോൾ 6 മണിക്ക് തന്നെ ആന ജനവാസ മേഖലയിൽ ഇറങ്ങി ജനങ്ങൾക്ക് വീട് വിട്ട് പുറത്തു പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. ഇന്നലെ രാത്രി 4 മണിയോടുകൂടി 6 മണിക്ക് തന്നെ സിറ്റിയിലെല്ലാം വന്ന് നിൽക്കുന്ന ആന സിറ്റിയിൽ ഹൈവാക്സ് ലൈറ്റൊക്കെ ഉള്ളൊരു സ്ഥലത്ത് തന്നെ മനോജ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ അവരെ ഭാഗ്യത്തിന് വേറൊരു മുറിയിൽ കിടന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ് അതിന്റെ ഭിത്തി ഇടിച്ച് തകർക്കുകയും വീട് വന്ന് തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരാഴ്ച കാലമായി ഭയങ്കര ശല്യമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് ആന. ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? അവിടെ പ്രത്യേക സംഘമുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഫലപ്രദമായി ചെയ്യാമെന്നൊക്കെ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായതല്ലേ? അതിന്റെ ഒന്നും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നാണോ? ഒരു ഗുണം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഒരു ഫെൻസിങ്ങിന്റെ കേസെല്ലാം വന്ന് കണ്ടവർ സർവേ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് മറ്റ് നടപടികളൊന്നും പൂർത്തീകരിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ ആശങ്കയിലാണ് ഇവിടെ. ചിങ്ങേണ്ടത്തിന് വേണ്ടി മാത്രം 8 കിലോമീറ്റർ ഫെൻസിംഗ് എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു. ആ 8 കിലോമീറ്റർ ഫെൻസിംഗ് കിട്ടിയാൽ പോലും ഇവിടെയുള്ള ജനങ്ങളുടെ പരിഹാരം ഉണ്ടാകാൻ സാധിക്കുന്നതാണ് ഞാനുടെ ഭാഗത്ത് നിന്ന്. യാതൊരു നടപടിയും സ്വീകരിക്കാൻ പ്രവർത്തനമേ ഇവിടെയില്ല. ചിന്നക്കനാലിൽ ഇപ്പോഴും ഈ ചക്കക്കൊമ്പനോടെ നിലയുറപ്പിച്ചിരിക്കുകയാണോ? എന്താണ് സാഹചര്യം?
ഇത് അരിക്കൊമ്പനെ കൊണ്ടുപോയതുപോലെ തന്നെ ഇത് മാറ്റാതിരുന്ന അരിക്കൊമ്പൻ ഈ സൈഡിൽ തന്നെ ഇറങ്ങിയാണ് ഈ ആന. ഈ കഴിഞ്ഞ ദിവസം 2-3 റേഷൻ കടകൾ പൊളിക്കുകയും വീടുകൾ ഇപ്പൊ നിരവധിയായിട്ടുള്ള വീടുകൾ 301 കോളനി അടക്കമുള്ള വീടുകളെല്ലാം കോളനിയിലെ വീടുകളെല്ലാം തകർത്ത് വെച്ചിട്ടുണ്ട്. ഇതും അടിയന്തരമായിട്ട് ഈ ആനയെ ശരിക്കും പറഞ്ഞാൽ മാറ്റി ഇവിടുന്ന് മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ ജനങ്ങൾ ഇതിന് ഒരുപാട് പേര് മരണപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ശ്രീകുമാർ, ഈ RRT സംഘമൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടോ നിങ്ങളോട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഈ ചക്കക്കൊമ്പനെ തുരത്താൻ? ഞങ്ങൾ കഴിഞ്ഞ മാസം വരുമ്പോൾ പഞ്ചായത്തിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നപ്പോൾ DFIയോടൊക്കെ ആവശ്യപ്പെട്ടെങ്കിലും ഇവര് RRT ടീമിന്റെ ഇവിടെ പ്രവർത്തനം നടത്തിയിട്ട് 6 മാസം ആയിരിക്കുകയാണ്. RRT ടീം ഇവിടെ വരുന്ന ഈ ചിലഗ്രാം പഞ്ചായത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെന്ത് പറയുന്നു? വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ പകലുണ്ട്, പക്ഷെ അവരെയും പറഞ്ഞിട്ട് നിസ്സഹായരാണ് അവര്. ഈ ഏലക്കാട്ടിലേക്കൊക്കെ ആന കയറി കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോകാനുള്ളൊരു മാർഗങ്ങളൊന്നും അവർക്കില്ലാത്തത് കൊണ്ട് അവരും അതിനെ പിന്തിരിഞ്ഞു പോകുമല്ലാണ്ട് മറ്റു നിവൃത്തിയില്ലാതെ വരികയാണ്. ശരി, നന്ദി ശ്രീകുമാർ പ്രതികരിച്ചതിന്. ഇടുക്കിയിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ ജനം ഭീതിയിലാണ്. 6 ഇടത്താണ് കാട്ടാന എത്തിയത്. 2 ഇടത്ത് കാട്ടാനകൾ ആക്രമണം നടത്തി. ഒരു വീടിന് നേരെ അടക്കമാണ് ആക്രമണം ഉണ്ടായത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ആന നിലയുറപ്പിച്ചു, പിന്നീട് അത് കാട്ടിലേക്ക് പോയി. ഇടമലക്കുടിയിലും കാട്ടാനാക്രമണം നടന്നു കഴിഞ്ഞ ദിവസം. അതിൻ്റെ വിവരങ്ങളും പുറത്തു വരികയാണ്. കട തകർത്തതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കുണ്ടള ഡാമിനോട് ചേർന്ന് 3 ആനകൾ നിലയുറപ്പിച്ചു. പിന്നെ അതിനെ വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. ദേവികുളത്ത് 6 ആനകളുടെ ഒരു കൂട്ടം വന്നു, അതിനെയും തുരത്താനുള്ള നീക്കം നടന്നു. അതിനിടയിൽ മൂന്നാർ തലയാറിൽ കടുവയുടെ ഭീഷണിയും ജനങ്ങൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നു. അവിടെ പശുവിനെ ആക്രമിച്ചു കൊന്നിരിക്കുന്നു ഇന്നലെ വൈകിട്ട്. ജനങ്ങൾ ഭീതിയിലാണ്. ഇപ്പോൾ വനം മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥരോട് കൂടുതൽ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാൻ PCCF നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുമാണ്. രാഹുൽ വിജയനാണ് അവിടുത്തെ സാഹചര്യങ്ങളുടെ വിശദാംശങ്ങൾ നൽകിയത്.